S6ECയുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പേപ്പറിലെ പൾസ് കോഡ് മോഡുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാനിന്ന് എടുക്കുന്നത്. ഇതിൽ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കുള്ള ഒരു മെസ്സേജ് സിഗ്നൽ, അത് സ്പീച്ച് ആകാം അല്ലെങ്കിൽ വിഷ്വൽസ് ആകാം, അങ്ങനെ ഏത് ടൈപ്പായിട്ടുള്ള ഒരു മെസ്സേജ് സിഗ്നലാണെങ്കിലും ആ മെസ്സേജ് സിഗ്നലിനെ ഒരു കാരിയർ സിഗ്നലുമായിട്ട് മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഈ കാരിയർ സിഗ്നൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് കാരിയർ സിഗ്നലിൻ്റെ പ്രോപ്പർട്ടീസിനാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. നമ്മൾക്കുള്ള മെസ്സേജ് സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കാരിയർ സിഗ്നലിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മളൊരു മോഡുലേറ്റഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഒരു മോഡുലേഷൻ ടെക്നിക്കിൽ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ മോഡുലേഷൻ ടെക്നിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മോഡുലേഷനാണ് PCM അല്ലെങ്കിൽ പൾസ് കോഡ് മോഡുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ നമ്മൾ സിഗ്നൽസിനെ ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ യൂഷ്വലി നമുക്കുള്ള ഒരു അനലോഗ് സിഗ്നലാവും. സ്പീച്ച് എന്നൊക്കെ പറയുന്നത് നമുക്ക് അനലോഗ് സിഗ്നലാണ്. ഇപ്പോൾ നമ്മളൊരു അനലോഗ് സിഗ്നൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു സൈൻ വേവ് ഇൻപുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ നമുക്കതിൽ സീറോസും വൺസും മാത്രമായിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. ഡിജിറ്റൽ സിഗ്നൽ എപ്പോഴും ഒരു 0 അല്ലെങ്കിൽ ഒരു 1 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ ആയിരിക്കും ഒരു ഡിജിറ്റൽ സിഗ്നലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഡിജിറ്റൽ സിഗ്നൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ സിഗ്നൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ഈ ഡിജിറ്റൽ സിഗ്നലിൻ്റെ പൾസ് വിഡ്ത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ പൾസ് ട്രെയിനിലോ വരുന്ന ചേഞ്ചാണ് നമ്മൾ PCMൽ യൂസ് ചെയ്യുന്നത്. നമുക്കുള്ള ഈ ടൈപ്പ് അനലോഗ് സിഗ്നൽ, അതായത് ഇപ്പോൾ നമ്മൾ സ്പീച്ച് ആയിരിക്കാം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിരിക്കാം, അങ്ങനെയുള്ള ഒരു അനലോഗ് സിഗ്നൽ, ഈ അനലോഗ് സിഗ്നലിൻ്റെ കറസ്പോണ്ടിങ് PCM സിഗ്നൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്ന സിഗ്നലിൻ്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സീറോസും വൺസും മാത്രമാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന പൾസ് ട്രെയിനിൻ്റെ അല്ലെങ്കിൽ ഈ ഓരോ പൾസ് ട്രെയിനിൻ്റെയും വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മളുടെ മെസ്സേജ് സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പിലായിരിക്കും നമുക്ക് PCMൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇനി ഈ പൾസ് കോഡ് മോഡുലേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പൾസ് കോഡ് മോഡുലേഷൻ ചെയ്യുന്ന ഡിവൈസിൻ്റെ നമ്മൾ ഒരു ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്താൽ അതിനകത്ത് മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സാമ്പിളർ കാണും, ക്വാണ്ടൈസർ കാണും, എൻകോഡിങ് കാണും. അതായത് PCMൽ നമ്മൾ ചെയ്യുന്ന ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഉണ്ട്, ഡീകോഡിംഗ് ഉണ്ട്, ആൻഡ് പൾസ് കോഡ് മോഡുലേഷൻ്റെ ബേസിക് എലമെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പൾസ് കോഡ് മോഡുലേഷനിൽ യൂസ് ചെയ്യുന്ന ബേസിക് എലമെൻറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സാമ്പിളർ ആണ്, അല്ലെങ്കിൽ സാമ്പിളിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. സാമ്പിളിംഗ്, ക്വാണ്ടൈസിങ് ആൻഡ് എൻകോഡിംഗ്, ഇതാണ് നമ്മൾ മോഡുലേറ്റിംഗ് ഡിവൈസിൽ ചെയ്യുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ള സിഗ്നലിനെ ആദ്യം, നമുക്കുള്ള ഇൻപുട്ട് സിഗ്നലിനെ ആദ്യം നമ്മൾ സാമ്പിൾ ചെയ്തിട്ട് അതിനെ ക്വാണ്ടൈസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എൻകോഡ് ചെയ്യുന്നു. ഇതിൻ്റെ നമുക്ക് ഉള്ള മോഡുലേറ്ററിൻ്റെ നമുക്കൊരു ട്രാൻസ്മിറ്റർ സെക്ഷൻ കാണും, ഒരു റിസീവർ സെക്ഷൻ കാണും. നമുക്കുള്ള സിഗ്നലിന് ഒരു ട്രാൻസ്മിറ്റർ സെക്ഷൻ കാണും, പിന്നെ നമുക്കൊരു ചാനൽ കാണും, പിന്നീട് നമുക്കുള്ളതൊരു റിസീവർ സെക്ഷനാണ്. അതായത് മൂന്ന് ഡിവൈസസ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്റർ, ഒരു ചാനൽ, ഒരു റിസീവർ, ഇത് മൂന്നും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് മോഡുലേറ്റ് ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒരു സിഗ്നലിനെ ചാനൽ വഴി അത് പാസ് ചെയ്തിട്ട് നമുക്ക് റിസീവറിൽ ഡീമോഡുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൽ ട്രാൻസ്മിറ്റർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഉള്ള ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഒരു ലോ പാസ് ഫിൽട്ടർ ആയിരിക്കും. ലോ പാസ് ഫിൽറ്ററിൽ കൂടി പാസ് ചെയ്ത് നമുക്ക് വേണ്ട ഡിസൈഡ് ഫ്രീക്വൻസിയെ മാത്രം നമുക്ക് കിട്ടിയിട്ട് ആ ഫ്രീക്വൻസിനെ ആയിരിക്കും നമ്മൾ സാമ്പിൾ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സാമ്പിളർ യൂസ് ചെയ്യുന്നത്. സാമ്പിൾ ചെയ്ത ഔട്ട്പുട്ടിനെ ക്വാണ്ടൈസറിന് കൊടുക്കുന്നു. അതിനുശേഷം ഈ ക്വാണ്ടൈസ്ഡ് ഔട്ട്പുട്ടാണ് നമ്മൾ എൻകോഡ് ചെയ്യുന്നത്.
ഈ എൻകോഡ് ചെയ്ത് കിട്ടിയ ഇതാണ്, ഈ സിഗ്നലാണ് നമുക്കുള്ള PCM ഔട്ട്പുട്ട്. ഈ PCM ഔട്ട്പുട്ടിനെ നമ്മൾ പിന്നീട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു ചാനലിലോട്ടായിരിക്കും. ഒരു ചാനലിലേക്ക് നമ്മൾ ഈ PCM ഔട്ട്പുട്ടിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഈ ചാനലിൽ നമ്മൾ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ സിഗ്നൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അത് ചാനലിൻ്റെ ലെങ്ത് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ചാനലിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ ഡിവൈസിലാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഈ ഡിവൈസിൽ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു റീജനറേഷൻ സർക്യൂട്ടായിരിക്കും. ഈ റീജനറേഷൻ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കിവിടെ എൻകോഡ് ചെയ്ത് കിട്ടിയിരിക്കുന്ന കിട്ടി ചാനലിൽ കൂടി പാസ് ചെയ്ത് നമുക്ക് വരുന്ന സിഗ്നലിനെ നമ്മൾ റീജനറേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി എൻകോഡ് ചെയ്തിട്ടുള്ള സിഗ്നലിനെ അടുത്തതായിട്ട് നമുക്ക് ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ചെയ്ത് വീണ്ടും നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്യും. റീകൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫിൽട്ടർ ആയിരിക്കും. അത് റീകൺസ്ട്രക്ഷൻ ഫിൽട്ടറാണ്. അതിനുശേഷം നമ്മൾ ഡെസ്റ്റിനേഷൻ ഔട്ട്പുട്ടിൽ കൊടുക്കും. ഇത്രയും പ്രോസസ്സാണ് ഒരു PCM പൾസ് കോഡ് മോഡുലേഷൻ ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്മിറ്ററിൽ വരുന്നതാണ്. ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ ചാനലിൽ കൂടി കടത്തിവിടുന്നു. ഈ ചാനലിൽ നമുക്കുള്ളത് റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് ആണ്. അത് സിഗ്നൽ സ്ട്രെങ്ത് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ചാനലിൽ കൂടി കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ വീണ്ടും നമ്മളുടെ റിസീവർ ഡിവൈസിലാണ് റിസീവ് ചെയ്യുന്നത്. റിസീവറിൽ നമുക്ക് റീജനറേറ്റീവ് സർക്യൂട്ട് ഉണ്ട്, ഡീകോഡർ ഉണ്ട്, റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ ഉണ്ട്. ഈ റീകൺസ്ട്രക്ഷൻ ഫിൽറ്ററിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ നമുക്ക് കാണുന്നത്. ഇതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ലോ പാസ് ഫിൽറ്റർ പേരിൽ തന്നെ ഉണ്ട്, ലോ പാസ് ഫിൽറ്ററാണ്. ലോ ഫ്രീക്വൻസീസിനെ ആയിരിക്കും അതിനകത്ത് കൂടി പാസ് ചെയ്യുന്നത്. നമുക്കുള്ള ഹൈ ഫ്രീക്വൻസി കമ്പോണൻസിനെ എല്ലാം ഫിൽറ്റർ ചെയ്ത് കളയാനാണ് ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോ പാസ് ഫിൽറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസീനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യും, ലോ ഫ്രീക്വൻസീനെ മാത്രം നമ്മൾ പാസ് ചെയ്യും. അതിനുശേഷം നമ്മളൊരു സാമ്പിളറിൽ കൊടുക്കുന്നുണ്ട്. ഈ സാമ്പിളിംഗ് ടെക്നിക്കിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള നമ്മളുടെ മെസ്സേജ് സിഗ്നൽ, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് സിഗ്നലിൻ്റെ ഡേറ്റാസിനെ എന്താണ് ചെയ്യുന്നത്, അവിടെ നമ്മൾ അടുത്ത ഒരു കമ്പണൻറ്റ് വെച്ചിട്ട് ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ x(t) എന്ന് പറയുന്ന ഒരു സിഗ്നൽ ആണെങ്കിൽ അതിനെ നമ്മൾ x(nt) എന്ന് ചേഞ്ച് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിജിറ്റലൈസ് ചെയ്യുന്ന ടെക്നിക്കാണ് നമ്മൾ സാമ്പിളിങ്ങിൽ ചെയ്യുന്നത്. ഈ സാമ്പിൾഡ് ഔട്ട്പുട്ടിൽ നമുക്ക് എക്സ്ട്രാ ബിറ്റ്സ് എപ്പോഴും കാണും, സൈൻ ബിറ്റ്സ് ആയിരിക്കും അത്. ആ സൈൻ ബിറ്റ്സിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ക്വാണ്ടൈസർ യൂസ് ചെയ്യുന്നത്. അതായത് ക്വാണ്ടൈസറിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് വേണ്ട ഡിസൈഡ് ഡേറ്റ ബിറ്റ്സ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഡേറ്റ ബിറ്റ്സിനെ മാത്രമായിരിക്കും നമുക്ക് ക്വാണ്ടൈസർ ഔട്ട്പുട്ട് തരുന്നത്. ഈ കിട്ടിയ ഔട്ട്പുട്ടിനെ ഇവിടുന്ന് നമ്മൾ എൻകോഡ് ചെയ്യും. എൻകോഡ് ചെയ്തിട്ട് ഈ എൻകോഡിങ് സെക്ഷനിൽ നമ്മൾ അനലോഗ് സിഗ്നലിനെ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ സാമ്പിളിംഗ് ഹോൾഡ് ചെയ്തിട്ടുള്ള സിഗ്നലിനെ എൻകോഡ് ചെയ്തിട്ട് നമ്മൾ ഇനിയുമാണ് ഇവിടുന്ന് നമുക്ക് PCM ഔട്ട്പുട്ട് കിട്ടുന്നത്. നമ്മൾക്ക് ഉള്ള PCM ഔട്ട്പുട്ടിന് ഇനി നമ്മൾ കൊടുക്കുന്നത് ചാനലിലാണ്. ചാനലിൽ നമ്മൾ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് നമ്മൾ ചാനലിൽ കൂടെ കുറച്ചൊരു ദൂരം അല്ലെങ്കിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് ഈ നമുക്കുള്ള PCM സിഗ്നലിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും സിഗ്നൽ ലോസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സിഗ്നൽ സ്ട്രെങ്ത് കുറയും. ആ സിഗ്നൽ സ്ട്രെങ്ത് കുറയുമ്പോൾ ആ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് കൊടുക്കുന്നത്. അത് ചാനൽ ലെങ്ത് എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് ശേഷം ചാനലിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന മെയിൻ കമ്പോണൻ്റാണ് റീജനറേറ്റീവ് റിപ്പീറ്റർ. ഈ റീജനറേറ്റീവ് റിപ്പീറ്റർ
വീണ്ടും നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്തിനെ വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഔട്ട്പുട്ട് ചാനലിൽ കൂടി പാസ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളുടെ സിഗ്നൽ സ്ട്രെങ്ത് കുറവായിരിക്കും. ആ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്ന സിഗ്നലിനെ നമ്മൾ വീണ്ടും റീജനറേറ്റ് ചെയ്യുന്നു, അതായത് വീണ്ടും ബൂസ്റ്റ് ചെയ്ത് സിഗ്നൽ സ്ട്രെങ്ത് കൂട്ടുന്നു. അതിനുശേഷമുള്ള പോർഷനാണ് ഡീകോഡർ. ഈ ഡീകോഡറിൽ നമുക്കറിയാം, നമ്മൾ എൻകോഡർ വെച്ച് നമ്മൾക്കുള്ള സിഗ്നലിനെ എൻകോഡ് ചെയ്താണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിനെ ഈ ഡീകോഡർ വെച്ചിട്ട് വീണ്ടും അനലോഗ് സിഗ്നലിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് ഇവിടെ ഡീകോഡ് ചെയ്ത് കിട്ടിയിട്ടുള്ള നമ്മളുടെ ഒറിജിനൽ മെസ്സേജ് അതായത് അനലോഗ് സിഗ്നൽ. ഈ അനലോഗ് സിഗ്നലിന് നമ്മൾ വീണ്ടും ഒരു റീകൺസ്ട്രക്ഷൻ ഫിൽറ്ററിലാണ് കൊടുക്കുന്നത്. ഈ റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു ലോ പാസ് ഫിൽറ്റർ ആയിരിക്കും. നമുക്കറിയാം നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ കൊടുത്തിരുന്നത് ഒരു ലോ പാസ് ഫിൽറ്ററാണ്. സെയിം ഫിൽറ്റർ ആയിരിക്കും നമ്മളിവിടെയും കൊടുക്കുന്നത്. ഈ ലോ പാസ് ഫിൽറ്ററിൽ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഈ ഇൻപുട്ടിൽ ട്രാൻസ്മിറ്ററിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ കൊടുത്ത അതേ സിഗ്നലായിരിക്കും നമുക്ക് റീകൺസ്ട്രക്ഷൻ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഈ ഔട്ട്പുട്ടിനെയാണ് നമുക്ക് നമ്മളുടെ ഔട്ട്പുട്ട് ഡിവൈസസിലോട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്.